ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കണ്ടൻസ്ഡ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡയോ മുട്ടയോ ബട്ടറോ അങ്ങനത്തെ ഒരു സാധനവും ചേർക്കുന്നില്ല. പിന്നെ ഇത് ഞാൻ മിക്സിയിലും അല്ല ഉണ്ടാക്കുന്നത്. വളരെ സ്പോഞ്ചിയും വളരെ സോഫ്റ്റും ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ. കേക്കിനായിട്ട് ഞാൻ ആദ്യം ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 250 ml കപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ചായ കുടിക്കുന്ന ഈ ഗ്ലാസ് അങ്ങനത്തെ ഇതിലും നിങ്ങൾക്ക് മെഷർ ചെയ്യാം. അപ്പോൾ മെഷർ ചെയ്യുമ്പോൾ ബാക്കി എല്ലാതും ആ ഒരു ഗ്ലാസ്സിൽ തന്നെ മെഷർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കപ്പ് മൈദ ഞാൻ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് മൂന്നും ഒന്ന് തരിച്ചെടുക്കാം. ഇങ്ങനെ തരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം ഈവൺ ആയിട്ട് നമ്മുടെ മൈദയിൽ ഒന്ന് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിന് ആവശ്യമുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഡ്രൈ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സാധാ മിൽക്ക് മെയ്ഡ് തന്നെയാണ് സാധനം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഫോർക്ക് കൊണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വിസ്ക് യൂസ് ചെയ്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡും എണ്ണയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ മധുരത്തിനായിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. ആ പൊടി കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തപ്പോൾ തന്നെ പാകത്തിന് മധുരമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 8 ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് കുറച്ച് കുറച്ചാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൽ കട്ടകൾ കൂടാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഞാൻ കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ. അപ്പോൾ കേക്ക് ബാറ്റർ ഇച്ചിരി ലൂസായിരിക്കും, അത് കുഴപ്പമില്ല. ഇനി ബേക്ക് ചെയ്യുന്ന പാത്രം നമുക്കൊന്ന് ലൈൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2-3 തുള്ളി ഓയിലൊഴിച്ച് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഞാനൊന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 2-3 സ്പൂൺ മൈദ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്നാക്കിയിട്ട് ബാക്കിയുള്ളത് തട്ടിക്കളയുക. അതുപോലെ നിങ്ങൾക്ക് ലൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ എണ്ണ അതിൻ്റെ പുറത്തുകൂടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ നമ്മൾ ലൈൻ ചെയ്ത് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ബാറ്റർ എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 പ്രാവശ്യമായിട്ട്
ഒന്ന് തട്ടുക. അതിൽ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഭയങ്കര കട്ടിയായിട്ടായിരിക്കും ബേക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അടി കട്ടിയുള്ളൊരു കടായി ചൂടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്നും തുറന്നു നോക്കരുത്. ഇടയ്ക്ക് തുറന്നു നോക്കേണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പോലെ പൊന്തി വരത്തില്ല. അപ്പോൾ 30 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്യൂർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ നല്ല പോലെ ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ കടായിൽ നിന്ന് കേക്ക് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. കേക്ക് ഇപ്പം തന്നെ നല്ല സോഫ്റ്റാണ്. ഇനി നല്ല പോലെ ഒന്ന് കൂളായിട്ട് നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ കേക്ക് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കേക്ക് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സ്പോഞ്ചിയാണ്. അപ്പോൾ ഇതാ കേക്കിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സ്പോഞ്ചിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ടീ ടൈം കേക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. സോ താങ്ക് യു.